കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. പ്രധാനമായിട്ട് പറഞ്ഞാൽ അത് ജബ്ബാർ മാഷുടെ തന്നെ ഒരു വീഡിയോ. നമ്മളുടെ ഇടയിൽ ഇപ്പോൾ എക്സ് മുസ്ലിങ്ങൾ എന്നുള്ള രീതിയിലോ അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ എന്നുള്ള രീതിയിൽ നമ്മൾ കാലങ്ങളായിട്ട് പല വിഷയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. അതിലേറ്റവും കൂടുതൽ പറയുന്നൊരു വിഷയമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം, അതിൻ്റെ സ്വാധീനം, അത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. കാലങ്ങളായിട്ട് അത് പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഇവിടുത്തെ BJP സർക്കാർ ഭരണത്തിൽ ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ച് ഇപ്പോൾ പറയരുത്, ഇപ്പോൾ പറഞ്ഞാൽ അത് സംഖ്യയ്ക്ക് വളമാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതി, അതിവിടെ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ച. പല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇപ്പോൾ അത് പറഞ്ഞാൽ അത് സംഖ്യ വളരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഹിജാബിൻ്റെ വിഷയങ്ങൾ വന്നപ്പോൾ, അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ പറയരുത്, ഇപ്പോൾ BJP കൊണ്ടുവന്ന പ്രശ്നമാണ്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ച പോലെ നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഒക്കെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല അതിനെ നമ്മൾ കാണേണ്ടത്. അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവിടെ വലതുപക്ഷം വളരില്ല എന്ന് പറയുന്നൊരു കാഴ്ച, അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ രീതിയിലല്ല അതിവിടെ എടുക്കപ്പെട്ടത്. പ്രത്യേകിച്ച് സ്വതന്ത്ര ചിന്തകരുടെ ഇടയിൽ നിന്ന് തന്നെ വലിയൊരു കൂട്ടം ആളുകൾ ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ സംഖ്യച്ചാപ്പ അടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ലോകത്തെമ്പാടും വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നതിൻ്റെ വാർത്തകളെ കുറിച്ചാണ്. മിനിയാന്നും കൂടി നമ്മളൊരു വാർത്ത ചെയ്തു, ഇന്നലെ നമ്മൾ ചെയ്തു, കഴിഞ്ഞ ആഴ്ചയും ചെയ്തു. എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വാർത്തകൾ, ഓരോ രാജ്യത്തു നിന്നുണ്ടാകുന്ന വിഷയങ്ങൾ. യൂറോപ്യൻ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കാലങ്ങൾക്ക് ശേഷം വലതുപക്ഷ പാർട്ടികൾ, നാസി പാർട്ടികൾ അടക്കം അവിടെ ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫ്രാൻസിൽ അവിടെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടിട്ട് ഇലക്ഷന് നേരിടാൻ വേണ്ടി മാക്രോൺ അവിടെ മുൻകൈ എടുത്തത്, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായത് നമ്മൾ പറഞ്ഞു. അന്ന് മാക്രോൺ ഉപയോഗിച്ചൊരു വാചകമുണ്ട്, വലതുപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ അത് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നില്ല, അത് നമ്മൾ എടുക്കുന്നു, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാം. നിങ്ങൾ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടി നമ്മളൊരു ഇലക്ഷന് തയ്യാറെടുക്കുകയാണ്, നമ്മൾ ഇനി ഇലക്ഷനിൽ ഇത് മത്സരിച്ച് കാണാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെ ഈ തീരുമാനമെടുക്കുന്നതിന് വഴിവെച്ചത് ഫ്രാൻസിലെ വലതുപക്ഷം ജയിച്ചു കയറിയപ്പോഴാണ്. 2 ഇരട്ടി വോട്ടാണ് ഫ്രാൻസിലെ മാക്രോനെ തോൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ വലതുപക്ഷം ഈ യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിലേക്ക് നേടിയത്. ആ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ വന്നെത്തിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനിയിൽ, ഫ്രാൻസിൽ, ഇറ്റലിയിൽ, യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ എല്ലായിടത്തും കയറി വരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് വലതുപക്ഷം ശക്തി പ്രാപിക്കുക എന്ന് പറയുന്നതാണ്. ആ ഘട്ടത്തിലാണ്, അത്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ചില സൂചനകൾ നമ്മുടെ ജബ്ബാർ മാഷിക്കും ലഭിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തു. അത് എനിക്ക് തോന്നുന്നു ഞാനൊരു 2 തവണ എങ്കിലും അത് മുഴുവനായിട്ട് ഇരുന്ന് ഒറ്റയിരിപ്പിൽ കണ്ടു. കാരണം പറഞ്ഞത് ഓരോ വാക്കും അതീവ ഗൗരവമുള്ളതും നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ഞാൻ ഇവിടെ പറയുന്ന സമയത്ത് നമ്മൾ ചെറുപ്പമാകാം, അതല്ലെങ്കിൽ നമ്മൾ സംഘി സൈഡ് നിൽക്കുന്ന ആളാണ് എന്നൊക്കെ നിങ്ങൾക്ക് ആരോപിച്ചിട്ട് അതിനെ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയുമായിരിക്കും. പക്ഷേ ഇവിടെ ജബ്ബാർ മാഷ് പറയുന്ന കാര്യങ്ങൾ, നമ്മളൊക്കെ ഇവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ മാഷുടേതായിട്ടുള്ള രീതിയിൽ അവിടെ പറഞ്ഞു വെക്കുന്നു. ചില വിയോജിപ്പുകൾ അതിനുണ്ട്. ആ വിയോജിപ്പ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് മാഷ് പറയുന്ന ആ കാര്യത്തിൽ ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു ക്ലാരിറ്റി കൂടി വരാനുണ്ട് എന്നത് മാത്രമാണ് ഞാൻ അതിൽ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രശ്നമായിട്ട് ഞാനത് പറയുന്നില്ല, കാരണം ആ ഒരു ക്ലാരിറ്റി കുറവ് ഒരു കാലത്ത് എനിക്കുണ്ടായിരുന്നു, ഒരു ഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. നമ്മളതും ഓവർകം ചെയ്ത് എത്തിയാണ് ഇന്നിപ്പോൾ പച്ചയ്ക്ക് പറയുന്ന ലെവലിലേക്ക് ഇതുപോലെ വരുന്നതും. അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് വലതുപക്ഷ ചാപ്പകൾ കിട്ടുന്ന സമയത്ത് അത് ഗൗരവത്തിലെടുക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ ആ പറയാനുള്ളത് പറഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെ നമ്മൾ അവിടെ നിലകൊള്ളുന്നത്. അവിടെയാണ് ജബ്ബാർ മാഷ് അത് പറയുന്ന സമയത്ത് ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ നമുക്ക് കാണാൻ കഴിയാം. മാഷ് അപ്പോഴും അവിടെ ഒരു വലതുപക്ഷത്തിൻ്റെ ആ ഒരു വശത്തെക്കുറിച്ച് ഒന്ന്
ഒന്ന് ശങ്കിച്ച് നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ കഴിയും. ഞാനത് തെറ്റു പറയുന്നില്ല, അതാർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഇനി ഇതിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. ഇത് ജബ്ബാർ മാഷിൻ്റെ ചാനലിൽ കിടക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇസ്ലാമിൻ്റെ അപകടം ലോകം തിരിച്ചറിയണം എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന ഒരു അരമണിക്കൂറോളം നീളമുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഗൗരവം ആയി അതിനെ കണ്ട് അത് കാണാൻ തയ്യാറാവേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആ ചാനലിൽ പോയിട്ട് പ്ലേ ചെയ്യാം. എന്തായാലും അതിൽ പറഞ്ഞ ഒരു കാര്യം അതൊന്ന് ഇവിടെ ഒന്ന് ആവർത്തിക്കാമെന്നാണ് നമ്മളിവിടെ വിചാരിക്കുന്നത്. അതിൽ മാഷ് പറഞ്ഞ ഒരു വാചകം നിങ്ങൾക്ക് അവിടെ കാണാം: ഇസ്ലാം തന്നെയാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നു. നമ്മൾ ഇത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കാര്യം, അപ്പോൾ സംഘപരിവാറോ എന്നൊരു ചോദ്യം, അല്ലെങ്കിൽ സയണിസ്റ്റുകളോ എന്ന് പറയുന്നൊരു ചോദ്യം. നമ്മൾ പറയുന്നത് എന്താണ്? ഇവിടെ വിഷപ്പാമ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പലതരം വിഷങ്ങളുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ആ വിഷപ്പാമ്പുകളെ നമ്മളൊന്ന് അതിനെ ഒരു വരിയിലിങ്ങനെ നിർത്തുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമുള്ള പാമ്പ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെഡ്ലി ആയിട്ടുള്ള പോയ്സൺ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ആ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആ വിഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വിഷപ്പാമ്പ് എന്ന് പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന സയണിസമായാലും അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സംഘീസമായാലും ഒക്കെ വരുന്നുള്ളൂ എന്നിടത്താണ് ഇതിൻ്റെ ഒന്നാമത്തെ വ്യത്യാസം. ഇത് തുറന്നു പറയുന്ന നിലയിലേക്ക് ജബ്ബാർ മാഷും വന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇത് നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലല്ലാതെ ഈ സമൂഹത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് പറയുന്നത്. സമൂഹത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രശ്നം? രക്ഷിക്കേണ്ടതായിട്ടുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ വീഡിയോ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ട്രെയിലറായിട്ടൊരു വീഡിയോ അവിടെ പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷെരിയ ഫോർ UK എന്ന് പറയുന്നൊരു സാധനം. എന്താണത്? അതായത് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യം, മതേതരത്വം, അതുപോലെയുള്ള ഉയർന്ന മൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. അതാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ പറയുന്നു. അത്തരം സംഗതികളെക്കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ ഇടയിൽ പോലും നമുക്കതല്ല വേണ്ടത്, നമുക്ക് ശരിയാ ഭരണമാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു രീതി ലോകത്തെമ്പാടും വന്നിരിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നതൊരു ക്യാൻസറാണ്, ഇസ്ലാമാണ് അതിന് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് പ്ലക്കാർഡ് പൊക്കിപ്പിടിച്ച്, ബാനർ പൊക്കിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഡെമോക്രസി പാടില്ല, വി ഡോണ്ട് വാണ്ട് ഡെമോക്രസി, വി വാണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ നഗരങ്ങളിൽ കൊടി പൊക്കി നടക്കുന്നത് നമ്മൾ കണ്ടു. ഇതിവിടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ബാധിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ഏതൊക്കെ തലത്തിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിൻ്റെ എല്ലാ തലങ്ങളിലും അതൊരു പോയിസണായിട്ട് മാറുന്നു. അവിടെ പൊളിറ്റിക്സിൽ അത് ഇടപെടുന്ന സമയത്ത് അത് സെക്യുലറിസത്തെയും ഡെമോക്രസിയെയും അത് ഇല്ലായ്മ ചെയ്യുന്ന തലത്തിലേക്ക് അത് മാറുന്നു. ഒരു പേഴ്സണൽ റൈറ്റ്സ് എന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അതിനെ അവിടെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വ്യക്തികളെ ദുരിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ആശയമായിട്ട് ഇസ്ലാം മാറുന്നു. മറ്റ് സാമ്പത്തിക മേഖലയിലേക്ക് വരുന്ന സമയങ്ങളിൽ അവിടെ അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ട് അത് മാറുന്നു. അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് തുർക്കിയെ പോലെയുള്ള ഒരു രാജ്യം. അവരുടെ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കി എന്നതിൻ്റെ പേരിൽ ആ രാജ്യം ഇന്ന് വലിയ സാമ്പത്തിക ഒരു മാന്ദ്യം അല്ലെങ്കിൽ അത്തരം ഒരു വലിയ പ്രശ്നം നേരിടുന്ന ഘട്ടത്തിലാണ്. അതേപോലെ ഏത് അവസ്ഥയിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇതൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. അതിവിടെ സംഭവിച്ചിരിക്കുന്നു എന്നത് ഒരു സന്തോഷം നൽകുന്ന കാര്യം. ഇനി നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു വിഷയം വരുമ്പോൾ, ഏത് തരം വിഷയമായാലും, അതിപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയുടെ വിഷയമായി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്ലോബൽ ടെററിസമായിട്ട് നമ്മളെടുത്താലും അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് ഇസ്ലാമാണ്. നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു കണക്കുണ്ട്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്. ആ ഇൻഡെക്സ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ 2024 കണക്ക് പ്രകാരം 23 എന്ന ആ ഒരു കാലഘട്ടത്തിൽ ലോകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 20 ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 20ൽ 20ഉം ഇസ്ലാമിക് ടെറർ ആക്ടിവിറ്റീസ് ആകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അതിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഒക്ടോബർ 7 നടന്ന ഹമാസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ആ ഭീകരാക്രമണമാണ്. ലോകത്ത് ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള 4 ടെറർ ഓർഗനൈസേഷൻസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ 10-15 ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് 15ഉം ഇസ്ലാമിക് തന്നെയാണെന്ന് പറയാം. ഇനി അതിൽ തന്നെ ടോപ്പ് 4 എടുത്തു കഴിയുമ്പോൾ ആ 4ഉം ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസാണ്. ഐസിസ്, അൽ ഷബാബ്, JNIM, പിന്നെ ഇപ്പോൾ ഹമാസ്. ഈ 4 2023 ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 4 കഴിഞ്ഞ് 5ഉം 6ഉം ഒക്കെ ഇസ്ലാം തന്നെയാണ് എന്ന് വരുന്നു. അത് പക്ഷേ ഒരു 4ലെങ്കിലും നിർത്തണ്ടേ എന്നാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ട് 4 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും, രാഷ്ട്രീയം, സാമ്പത്തികം, വ്യക്തിപരം, അതുപോലെ
ഗ്ലോബൽ സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും സിവിൽ റൈറ്റ്സിൽ പോലും നമ്മൾ കാണുന്നത് ഇസ്ലാം ഒരു ഭീഷണിയായിട്ട് മാറുന്നു എന്നതാണ്. അതിന് രാജ്യാന്തര അതിർത്തികളില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും. നിങ്ങൾ സയനിസത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനമാണ് സയനിസം. അതിനപ്പുറത്തേക്ക് അത് പോകുന്നില്ല. എന്നാൽ ഇനി സംഘിസം നിങ്ങൾ എടുക്കുകയാണ്, സംഘപരിവാർ ആശയം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്തിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ ആരോപിച്ചാലും ആ പ്രശ്നം ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു കാഴ്ചപ്പാടുകൾ, അതിനൊരു ബൗണ്ടറി ഇല്ല എന്നിടത്താണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം. അത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ പോലും അവിടെ ഇന്തിഫാദ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവരുടെ മുദ്രാവാക്യം തന്നെ എന്താ? ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങി നടക്കുന്നത്. US-ലും യൂറോപ്പിലും ഒക്കെയുള്ള ആ സർവകലാശാലകളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രകടനത്തിൽ അവർ പൊക്കി വെച്ചിരിക്കുന്ന ബാനറിൽ പോലും എഴുതി വെച്ചിരിക്കുന്നത് ഗ്ലോബലൈസ് ഇന്തിഫാദ എന്നാണ്. എന്താണ് ഇന്തിഫാദ? നിങ്ങൾ വിചാരിക്കും എന്തോ ഒരു റവല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പോലെയുള്ള എന്തോ ഒരു സാധനം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആശയമാണ്, മറിച്ചിടലാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അല്ല, ഒന്നാമത്തെ ഇന്തിഫാദ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നത് അത് വളരെ ഭീകരമായിട്ടുള്ള സൂയിസൈഡ് ബോംബിങ്ങും അറ്റാക്കും തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ഇന്തിഫാദയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? സൂയിസൈഡ് അറ്റാക്സിനേക്കാൾ ഭീകരം എന്ന് പറയാവുന്ന തരത്തിൽ ഇതുപോലെ അതിർത്തികൾ ഭേദിച്ചുകൊണ്ട് നടക്കുന്ന ഭീകരാക്രമണങ്ങൾ. ഒക്ടോബർ 7 നടത്തിയത് ഇത്തരത്തിലുള്ളൊരു ഇന്തിഫാദ തന്നെയാണ്. അതിനൊരിക്കലും നമുക്കൊരു ഫ്രീഡം സ്ട്രഗിളായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ ഇന്തിഫാദ തന്നെയാണ്. അത് ഭീകരാക്രമണമാണ്. അങ്ങനെ ഒരു രാജ്യ അതിർത്തിക്കുള്ളിലും ഒതുങ്ങി നിൽക്കാത്ത തരത്തിൽ ഇസ്ലാം ഒരു ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇസ്ലാം തന്നെയാണ് ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് നമ്മൾ ഏറ്റുപറയേണ്ട ഘട്ടത്തിലേക്ക് എത്തുന്നത്. ഏത് മേഖലയിലേക്ക് നോക്കിയാലും ഇത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ്. അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഇതൊരു വിഷയമാണെന്ന് തിരിച്ചറിയുക എന്നതാണെന്ന് നമ്മളെപ്പോഴും പറയാണ്ട്. എ പ്രോബ്ലം ഐഡൻറ്റിഫൈഡ് ഈസ് എ പ്രോബ്ലം ഹാഫ് സോൾവ്ഡ് എന്ന് നമ്മൾ പറയുന്നത് അവിടെയാണ്. ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതോടെ തന്നെ ആ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിയുന്നു പകുതിയോളം. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുക, അത് അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് അതിപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇന്ന് ലോകം തിരിച്ചറിഞ്ഞ് വരുന്നേ ഉള്ളൂ. യൂറോപ്പ് ഇപ്പോഴാണത് തിരിച്ചറിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഇതുപോലെ വലതുപക്ഷം അവിടെ ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യയിലും ഒരു ഘട്ടത്തിൽ, ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ വലതുപക്ഷം ശക്തി പ്രാപിച്ച ഒരു അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇവിടെ സംഘപരിവാർ ഫോം ചെയ്തത്. ആദ്യം ഇവിടെ ഉണ്ടായത് ന്യൂനപക്ഷ വർഗീയത, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആ പക്ഷത്തുണ്ടായിട്ടുള്ള ആ വർഗീയത തന്നെയാണ് ഇവിടെ ആദ്യം ഉണ്ടായത്. ഇസ്ലാമിക ഒരു വർഗീയത എന്ന് പറയാവുന്ന സംഗതി, മുസ്ലിം ലീഗ് ഉണ്ടാകുന്നതും പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ടതും എല്ലാം അവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടു. അതിന് വിവിധങ്ങളായ കാരണങ്ങൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിവിടെ മുതലെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് ആദ്യം അത് ഈ ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ള ആളുകൾ തന്നെയാണ്. അതിനുശേഷമാണ് നമ്മളുടെ മലബാർ കലാപം അടക്കമുള്ള ഈ ഹിന്ദുക്കളൊക്കെ കൂട്ടക്കൊല നടത്തി എന്ന് പറയുന്നത്, വാരിയും കുന്നനെയൊക്കെ ഇന്ന് വലിയ ഒരു ഐക്കണായിട്ട് പോലും പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് മാറിയ ആ ഒരു ജനോസൈഡ്, ഹിന്ദു ജനോസൈഡ് തന്നെ വിളിക്കാം. അത്തരം സംഗതികളെ പോലും ഇന്ന് വലിയ തോതിൽ പൊക്കിക്കൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇന്ന് അതും മറ്റൊരു കാരണമായി മാറുകയാണ്. ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് അവർക്കും ഒന്നിക്കാനും ഇതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതയായിട്ട് പോലും അവർ മാറ്റുന്നു. കശ്മീർ പണ്ഡിറ്റുകൾ, അവർക്ക് സംഭവിച്ച വിഷയം ഇവിടെ ഒരു ഓർമ്മയായിട്ട് നിൽക്കുന്നു. അതിനെക്കുറിച്ച് പറയരുത് എന്ന് പോലും പറഞ്ഞ് നടക്കുന്നൊരു കാഴ്ച ഇവിടെ കാണുന്നു. അവിടെ നടന്നത് ഒരു ജിഹാദി ഒരു രീതി അല്ല എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ പല എക്സാമ്പിൾസ് ഇവിടെ ഉണ്ടാകുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം അപ്പുറത്തെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുള്ളതുണ്ട്. പക്ഷേ ഏതാണ് ആദ്യം ഉണ്ടാകുന്നത്, ഏതാണ് മറ്റേതിന് വഴിവെക്കുന്നത്, എന്താണ് ഇതിൻ്റെ മൂലകാരണം എന്നത് അന്വേഷിക്കുമ്പോൾ നമ്മളിപ്പോൾ അല്ലാമ ഇക്ബാലിനെ കുറിച്ച് പറയുമ്പോൾ സാരേ ജഹാം സെ അച്ച എന്ന് മാത്രമാണ് നമുക്ക് ഓർമ്മ വരുള്ളൂ. പക്ഷേ നിങ്ങൾ അറിയേണ്ടത് ഈ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് ആദ്യ കാരണം എന്ന് പറയാവുന്നത് ഇതേ സാരേ ജഹാം സെ അച്ച എന്ന് എഴുതിയ ഇതേ അല്ലാമ ഇക്ബാൽ തന്നെയാണ് എന്നും കൂടി നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഈ ഒരു മതം വരുത്തി വെച്ചിട്ടുള്ള വിന അത് നമുക്ക് പിടികിട്ടുള്ളൂ. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ എങ്ങനെ ഇതിനെ നേരിടാം എന്നുള്ളതാണ്. ഇസ്ലാം എന്ന ഒരു ഭീഷണി അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നേരിടുക എന്ന് പറയുന്നിടത്ത് എത്തുമ്പോൾ അതിൽ പുതുമയുള്ളൊരു കാര്യമില്ല. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ആരാണത് ആദ്യം ചെയ്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗദി അറേബ്യ തന്നെയാണ് ആദ്യം ചെയ്ത് കാണിക്കുന്നത്. എന്താണ് ആ ചെയ്ത് കാണിക്കുന്ന കാര്യം? ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയി മാറാൻ സാധ്യതയുള്ള നിയമങ്ങൾ അത്
ഈ രാഷ്ട്രീയത്തിലായാലും ഡെമോക്രസി അതല്ലെങ്കിൽ സെക്യുലറിസത്തെ ബാധിക്കുന്ന തരത്തിലുള്ളതായാലും വ്യക്തികളെ ബാധിക്കുന്ന തരത്തിലുള്ളതായാലും സിവിൽ റൈറ്റ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ളതായാലും ഇനി ഗ്ലോബൽ ഈ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ളതായാലും ശരി, അതിനെ പരിഹരിക്കാൻ വേണ്ടത്, അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാകണമെന്ന് പറയുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ പൗരത്വ ഭേദഗതി ബില്ല് നടത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ അവിടെ തീരുമാനമാക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു, ഇപ്പോൾ മതവിദ്യാഭ്യാസത്തിൽ അനധികൃതമായിട്ടുള്ള മദ്രസകൾ അവിടെ പാടില്ല എന്ന് പറയുന്നത് പോലെ മതവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ പാഠ്യ പദ്ധതി അത് പരിഷ്കരിക്കണമെന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഓരോ വിഷയവും ജനാധിപത്യത്തിൽ ഏർപ്പെടുന്നത് ഹറാമാണ് എന്ന് പറയുന്നവരെ തിരുത്തണമെന്ന് പറയുന്നത് പോലെ ഈ പൊതു ആഘോഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഓണം, വിഷു, ക്രിസ്മസ് അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഘോഷ പരിപാടികൾ അത് ഇവിടെ കൊണ്ടാടണം, അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് വെക്കുന്നത് പോലെ ഓരോ വിഷയത്തിലും നമ്മൾ ഇടപെടേണ്ടി വരുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് അതല്ല. പലപ്പോഴും അത് ചെയ്താൽ അത് സംഖ്യ വളരുമെന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഒരു നിശബ്ദത പാലിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അവിടെയാണ് നമ്മൾ വലിയ തോതിൽ ഇത്തരം വിഷയങ്ങളെ വീണ്ടും വീണ്ടും ചർച്ചയാക്കേണ്ടതായിട്ട് വരിക. ഏതായാലും തുടക്കത്തിലുള്ള സന്തോഷം അത് ഞാൻ പറഞ്ഞു, ജബ്ബാർ മാഷെ പോലെയുള്ള ഒരാൾ ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി കൊടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടത് തന്നെയാണ് എന്നാണ് ആദ്യവും അവസാനവും എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാഷ് പറഞ്ഞതിൽ നമുക്കുള്ളൊരു വിയോജിപ്പ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: നമ്മൾ തിരിച്ചറിയുന്നു ഇസ്ലാമാണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അവിടെ ഒരു വലിയ കുഴപ്പമുണ്ടെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. പക്ഷെ എന്ത് നിങ്ങൾ ചെയ്തു ആ സംഗതിയെ തടയാൻ എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ നമ്മൾ പറയുന്നത് ഒറ്റ ഡയലോഗേ ഉള്ളൂ: ഐ കോൾ എവരി വൺ എ ഫാർ റൈറ്റ്, റേസിസ്റ്റ്, ബിഗോട്ടഡ്, ഇസ്ലാമോഫോബിക്, നാറ്റ്സി എന്നൊക്കെയുള്ള വാചകങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ നിങ്ങൾ തടയാൻ വരുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്ന പറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. നമ്മളിവിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് സംഖ്യച്ചാപ്പയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് അത്രേ വരുന്നുള്ളൂ. ഇന്ത്യക്ക് വെളിയിൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്? റേസിസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൾ, അതല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് എന്ന് പറയുന്ന ഒരു കോള്, ഇസ്ലാമിനോട് നിങ്ങൾക്ക് എന്തോ പ്രശ്നമാണ്, പിന്നെ നാസി എന്നുള്ള വിളി, അങ്ങനെ പല പല വിളികളാണ് ഇന്ത്യക്ക് വെളിയിൽ കേൾക്കേണ്ടി വരുന്നത്. ഭാഗ്യത്തിന് നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് അതൊന്നുമില്ല. ഇവിടെ ആ കൂടി സംഖ്യയെ നമ്മൾ പേടിച്ചാൽ മതി, ആ ചാപ്പയെ നമ്മൾ ഒന്ന് അറച്ചാൽ മതി. പുറത്തായിരുന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറയ്ക്കണമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ത്യയിലായതിൽ നമ്മൾ വീണ്ടും ഒന്ന് സമാധാനിക്കുകയാണ്. ഓ, ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം മാഷോടുള്ള ഇതിലെ വിയോജിപ്പ് എന്ന് പറയുന്നത്, മാഷ് ആ വീഡിയോയിലും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിർഭാഗ്യവശാൽ ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഒന്നുകിൽ നിശബ്ദരാവുകയോ അതല്ലെങ്കിൽ അവർ വലതുപക്ഷത്തോടൊപ്പം ചേരുകയോ ചെയ്യുന്നു എന്നതാണ് മാഷ അതിനകത്ത് അവിടെ നിരീക്ഷിച്ച് വെക്കുന്നത്. അതൊരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു പൂർത്തിയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പൂർണ്ണതയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് പറയുന്നില്ല. അത് പൂർണ്ണതയല്ല. മാഷക്ക് ആ ഒരു ഭാഗത്തേക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വരാനുണ്ട്, അല്ലെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആവാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇതേ പ്രശ്നം എനിക്കുണ്ടായിരുന്നു, നമ്മളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയി എന്നതാണ്. എന്താണ് ആ പ്രശ്നം, എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത് എന്നതാണ്. അതായത് നമ്മുടെ പ്രശ്നം ഈ വിഷയങ്ങൾ ആദ്യം സംസാരിക്കുന്ന വ്യക്തികളോടൊപ്പം നമ്മൾ ചേരുന്നതുകൊണ്ടാണല്ലോ ആദ്യം പറയുന്ന വ്യക്തികൾ വലതുപക്ഷമാകുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് കണ്ണുമൂക്കുമില്ലാതെയായി പോകുന്നതാകുന്നതും അതോടൊപ്പം ആ സംഗതികൾ നമ്മൾ പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവരെങ്ങനെയാണോ ആദ്യം തിരിച്ചറിഞ്ഞ ഈ വലതുപക്ഷം എന്ന് പറയുന്ന ആളുകൾ കണ്ണുമൂക്കുമില്ലാതെ പലതും ചെയ്തു കൂട്ടിയത് അത് തന്നെ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറും എന്നതാണല്ലോ അവിടുത്തെ ഒരു പേടി. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മളെന്താ പറയുന്നത്, ഈ വിഷയങ്ങളെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ അവർക്കൊരു വലിയ ബാധ്യതയുണ്ട് ഈ വിഷയത്തെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ. അതിവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അതിവിടെ നടക്കുന്നില്ല. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികൾ എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്നുണ്ട്, പക്ഷേ അത് പലപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധതയായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള വഴി അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ളൊരു ഒരു ഉത്തരവാദിത്തം, കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് തിരിച്ചറിഞ്ഞ വ്യക്തികൾ ഇതിന് പരിഹാരം എന്നോണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ശരിയായ പരിഹാര മാർഗങ്ങളാക്കി മാറ്റുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. അതിന് പകരം ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ആ തിരിച്ചറിഞ്ഞ വ്യക്തികൾ ചെയ്യുന്ന പരിഹാര മാർഗങ്ങൾ അത് കണ്ടിട്ട് ആ തിരിച്ചറിഞ്ഞ വ്യക്തികൾ തിരിച്ചറിഞ്ഞ സംഗതികൾ അത് വസ്തുതയല്ല എന്നും അത് പറയാൻ പാടില്ല എന്നും നിങ്ങൾക്കാകെ പ്രശ്നമാണ്, നിങ്ങൾ
മുസ്ലിം വിരുദ്ധരാണ് എന്ന് പറഞ്ഞ് ചാപ്പയം അടിച്ച് അവരെ അങ്ങ് മാറ്റി നിർത്തുന്നതാണ് നമ്മളിവിടെ കണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അവിടെയാണ് വ്യത്യസ്തനാകുന്ന ആളായിട്ട് നമ്മളുടെ മാക്രോണെ പോലെയുള്ള ആളുകൾ മാറുന്നത്. അദ്ദേഹം ഒരു സെൻട്രിസ്റ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു വ്യക്തിയാണ്, ലെഫ്റ്റ് സെൻട്രിസ്റ്റ് എന്നൊക്കെ പറയാം. എന്തായാലും ഈ ഒരു വിഷയം അവിടെ വരുന്നു, വലതുപക്ഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിനുവേണ്ടി അവർ പറഞ്ഞു വെക്കുന്നത് എന്താണ്? എല്ലാവരും ഡീപ്പോർട്ട് ചെയ്യും. വളരെ അതായത് ഫ്രാൻസിൻ്റേതായിട്ടുള്ള ദേശീയത, അതിൻ്റെ ചിഹ്നങ്ങൾ, അതിനെ അവമതിക്കുക, അതിനെ കളിയാക്കുക, അതിനെ കുറച്ച് കാണുക, അതുപോലെ ഡെമോക്രസിയെ തള്ളി പറയുക, സെക്യുലറിസത്തെ തള്ളി പറയുക, ഗെറ്റോവൈസേഷൻ നടത്തുക, ചേരിവൽക്കരണം, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഏരിയയാണ്, പോലീസിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളാക്കി മാറ്റുന്ന അവസ്ഥ, മുസ്ലിമിന് മാത്രം പാർപ്പിടം കൊടുക്കുകയോ അപ്പാർട്ട്മെൻറ്റ് വിൽക്കുകയോ ചെയ്യുന്ന അവസ്ഥ പോലും അവിടെ ഉണ്ടാകുന്നു, ഫ്രാൻസിലുണ്ടാകുന്നു. ഫ്രാൻസിൽ മാത്രമല്ല, യൂറോപ്പിൽ പല സ്ഥലങ്ങളിലുണ്ടാകുന്നു. ഫ്രാൻസിൽ മാത്രം 700-ഓളം ഇത്തരത്തിലുള്ള നോ ഗോ സോൺസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, കണക്കുകൾ പറയുന്നതാണ്. അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഫാർ റൈറ്റ് പറയുന്നത് എന്താണ്? എല്ലാത്തിനെയും ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരെണ്ണത്തിന് ഇവിടെ നിർത്തില്ല, എല്ലാത്തിനെയും നാട് കടത്തും എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ കണ്ടുവരുന്നത്? അതായത് ആ പ്രശ്നം അവർ തിരിച്ചറിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാവുന്നു അവിടുത്തെ വലതുപക്ഷം. പക്ഷേ അവരെന്താ അതിന് പരിഹാരമായിട്ട് ചെയ്യുന്നത്? കണ്ണും മൂക്കുമില്ലാതെ പലതും ചെയ്തു കൂട്ടുന്നു എന്ന് പറയുമ്പോൾ, അത് കാണുമ്പോൾ അവിടുത്തെ മാക്രോൺ, അവിടുത്തെ ഭരണപക്ഷം എന്താണ് ചെയ്തത്? ഇടതുപക്ഷമാണോ അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആളുകൾ എന്താ ചെയ്തത്? നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത് അല്ലെങ്കിൽ ചെയ്തു കൂട്ടാൻ പദ്ധതിയിടുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ കാര്യം അസത്യമാണ്, അത് അവാസ്തവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യല്ല ചെയ്തത്. മാക്രോൺ പറഞ്ഞു, ഓക്കെ, നമ്മൾ ഇലക്ഷന് പോകുന്നു, എന്നിട്ട് നമ്മൾ നിയമം നിർമ്മാണം നടത്തുന്നു, എന്നിട്ട് വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നു. ഇതൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയുന്നു. മാക്രോൺ ഇതിനു മുന്നേയും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയുള്ള ഇതിനോടകം തന്നെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇമാമുമാരെ നാട് കടത്തി കഴിഞ്ഞിരിക്കുന്നു, പല ആളുകളെയും തിരിച്ച് അയച്ചു കഴിഞ്ഞു. UK പോലുള്ള രാജ്യങ്ങൾ റുവാണ്ട പദ്ധതി കൊണ്ടുവന്ന് ഇല്ലീഗലായിട്ട് വന്ന് നടക്കുന്ന ആളുകളെ റുവാണ്ടയിലേക്ക് അവിടേക്ക് അയക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതവിടെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയം ഉന്നയിക്കുന്നത് ഫാർ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് വലതുപക്ഷം മാത്രമാകാതെ ഇരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതാണ് ജബ്ബാർ മാഷി ഇതിൽ പ്രകടിപ്പിച്ച ആ ആശങ്ക, അത് നിലനിൽക്കാതിരിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ള വ്യക്തികൾ അവരുണ്ടാക്കി വെക്കുന്ന കുഴപ്പങ്ങളെ അത് കുഴപ്പമാണ് എന്ന് പറയുക, ഇസ്ലാം ഒരു പ്രശ്നമാണ് എന്ന് പറയുക എന്നത് അത് മുസ്ലിം മാത്രം പറയുന്ന അത് ഒരു വലതുപക്ഷം മാത്രം പറയുന്ന അവസ്ഥ ഇല്ലാതെ നോക്കുക എന്നതാണ് ഇതിലെ ഒന്നാമത്തെ വഴി. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയമാണ് ഭരണപക്ഷത്തേക്ക് വരുന്നത് എന്നുണ്ടെങ്കിലും ആ പ്രശ്നം തിരിച്ചറിഞ്ഞ വ്യക്തികളെന്നുള്ള രീതിയിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്താനും സാധിക്കുമെന്ന് വരുന്നിടത്ത് ഈ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇതാണ് അതിൽ പ്രായോഗികമായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാട് എന്ന് ഞാൻ മുന്നോട്ട് പറയുന്നത് എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമാണ് ജബ്ബാർ മാഷിൻ്റെ ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നത്. പകരം മാഷ് അവിടെയും ആശങ്കയായിട്ട് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നുള്ളത് ഒരു ഒഴിഞ്ഞ കള്ളിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് വ്യക്തി വിരോധത്തിൻ്റെ പേരിൽ ഒന്നും എടുക്കേണ്ടതില്ല, ഈ വിഷയത്തിൻ്റെ ഒരു തുടർന്നുള്ള ചർച്ച എന്ന രീതിയിലാകട്ടെ എന്ന് കരുതിയാണ് ഇത് പറയുന്നത്. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വിഷയം നമ്മൾ സംസാരിക്കണമായിരുന്നു. ഇത് ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട വിഷയമാണ്, ഇനിയും ഇവിടെ ചർച്ചയാക്കേണ്ട വിഷയമാണ്, പൊതുമാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയമാണ്, ഇവിടുത്തെ ചാനൽ ചർച്ചകളിൽ വരേണ്ട വിഷയമാണ്, ഇവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയേണ്ട വിഷയമാണ്. ഒരു ചെറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ നടന്ന ഇലക്ഷന് ശേഷം പല ആളുകളും മുസ്ലിം പ്രീണനമാണ് ഇടതുപക്ഷത്തെ തോപ്പിച്ചത് എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അത് മറ്റുള്ള ആളുകൾ പറയുമ്പോൾ ഉടനെ അത് എങ്ങനെയാണ് ഇടതുപക്ഷം പ്രീണിപ്പിച്ചതെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് CPIയുടെ തന്നെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഇടതുപക്ഷം വഴിവിട്ട് മുസ്ലിം പ്രീണനം നടത്തിയതാണ് പ്രശ്നമായത് എന്ന് അവർ തന്നെ നിരീക്ഷിച്ചത് ഇതിനോടകം തന്നെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും നിങ്ങൾ ഈ വിഷയത്തെ തിരിച്ചറിയാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ വിഷയം ഇസ്ലാമാണ് ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന നമ്പർ 1 പ്രശ്നക്കാരൻ്റെ റോളിൽ നടക്കുന്ന ഒരു കൊടും വിഷം എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് നമ്മൾ പറയുന്നത് ഫാർ റൈറ്റ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അധികകാലം ഇതിനെ തടുത്തു നിർത്താൻ കഴിയില്ല. കാരണം ലോകം മുഴുവൻ ഇത് തിരിച്ചറിയുകയും ലോകം മുഴുവൻ വലതുപക്ഷത്തേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഇതേ സാധനം തന്നെയാണ്. പണ്ടൊരു UAE മിനിസ്റ്റർ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. You will see a day when more extremists and terrorists will come out of Europe എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബിക്കോസ് യു തിങ്ക് ദാറ്റ് യു നോ ഇസ്ലാം ആൻഡ് ദ മുസ്ലിംസ് ബെറ്റർ ദാൻ വി നോ എന്ന് പറയുന്നു. അതായത് ഞങ്ങൾക്ക് ഇസ്ലാമിനെയും മുസ്ലിമിനെയും അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമെന്ന ഒരു തെറ്റിദ്ധാരണയും പിന്നെ അതിനോടൊപ്പം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും എല്ലാം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നതിൽ തോറ്റുപോവുകയും പകരം നിങ്ങളുടെ നാട്ടിൽ നിന്നും വലിയ തോതിൽ ഭീകരവാദികളും ഇത്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ വരികയും
അതിൻ്റെ തുടർച്ചയെന്നോണം വലതുപക്ഷം ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ആ UAE മിനിസ്റ്ററിൻ്റെ പ്രസ്താവന നിങ്ങളൊന്ന് ഓർത്തെടുക്കുക. ഞാൻ പ്ലേ ചെയ്തു മടുത്ത സംഗതി ആയതുകൊണ്ട് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും ഒരൊറ്റ കാര്യമാണ് ഇവിടെ വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. ഈ വിഷയങ്ങളെ പറയുന്ന സമയത്ത് അത് ഇടതുപക്ഷം മാത്രം പറയുന്നു അല്ലെങ്കിൽ വലതുപക്ഷം മാത്രം പറയുന്നു എന്ന അവസ്ഥയല്ല നമുക്ക് വേണ്ടത്. അത് വിഷയം അത് ബോധപൂർവം ആളുകൾ മനസ്സിലാക്കി അതെല്ലാവരും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഇനിയും താമസം വരും ഇതിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ ഒരുക്കുന്നതിൽ. അത് പറയുന്നിടത്താണ് യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അർത്ഥവത്താണ് എന്ന് പറയുന്നത്. ഇന്നും ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പോസ്റ്റ് ശ്രദ്ധയപ്പെട്ടത്, IAS ഇൻ്റർവ്യൂവിൽ മോക്ക് ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് അവിടെ ഒരു ചോദ്യം ആ കാൻഡിഡേറ്റിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊരു മുസ്ലിം പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ പെൺകുട്ടി ഉത്തരം പറയുകയാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങളുടെ മതം സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന ആൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യൂണിഫോം സിവിൽ കോഡ് അതിനൊരു പരിഹാരമാകും എന്ന്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി സമ്മതിക്കുകയാണ്, തോന്നുന്നുണ്ട്, യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് വീഡിയോ ആക്കി എടുത്തുകൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുന്നത്, കണ്ടില്ല ഇസ്ലാം മതത്തിന് ഒറ്റ കൊടുക്കുന്ന മുസ്ലിം പെണ്ണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കി ആ വിഷയത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇസ്ലാമിനകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വിവേചനം, എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത് എന്ന്. അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള വഴി ആധുനിക ലോകത്തുണ്ട്. ഇത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഞാൻ വളരെയധികം ബ്ലഡി ഓപ്റ്റിമിസ്റ്റ് ആണെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇസ്ലാമിനെ മെരുക്കി കെട്ടി എടുക്കാൻ കഴിയും, അതിനെ പൂട്ടാൻ കഴിയും. എങ്ങനെയാണ്? നിയമം ഇവിടെ നടപ്പിലാക്കി തന്നെയാണ് അത് സാധിക്കുക. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണോ 4 കെട്ടണമെന്ന് വിചാരിച്ച് ഇന്ന് നടക്കാതെ പോകുന്നത്, എങ്ങനെയാണോ അടിമയെ വെക്കണമെന്ന് വിചാരിച്ചാൽ ഇന്ന് നടക്കാതെ പോകുന്നത്, അങ്ങനെ സ്ത്രീയെ വിവേചനം കാണിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് നടക്കാതെ പോകാൻ ഇവിടെ സമ്മതിക്കാൻ നമുക്ക് പറ്റും. അത് അങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ആ നിയമം ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. തുല്യമായ അവകാശങ്ങൾ വെച്ചു കൊടുക്കുന്ന നിയമങ്ങൾ ഇവിടെ ഉണ്ടായാൽ ഇസ്ലാമിനകത്തുള്ള തുല്യതയ്ക്കെതിരായുള്ള നിയമങ്ങൾ പുറത്തെടുക്കാൻ സാധിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ആ നിയമം അവിടെ തനിയെ കെട്ടുപോകും. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ മാത്രമാണ് ഇസ്ലാമിനെ നമുക്ക് തളയ്ക്കാൻ കഴിയുള്ളൂ. ആ വഴിയിലേക്ക് ഇന്ന് ലോകം നടന്നെടുക്കുന്നു, ഇന്ത്യയും നടന്നെടുക്കണം. അതുകൊണ്ട് അത്തരം നിയമങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ അത് BJP ആണ്, അത് വലതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് പകരം ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ആ ഫ്രാൻസിലേക്ക് മോഡൽ നമ്മളൊന്ന് പരീക്ഷിച്ച് അതല്ലെങ്കിൽ അത് ഏറ്റെടുത്ത് ഇവിടെയും അത് കൊണ്ടുവന്നാൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അപ്പോൾ മാഷ് പറഞ്ഞു വെച്ചത് ആദ്യഘട്ടം മാത്രമാണ്. നമ്മളൊക്കെ പണ്ടേ പറഞ്ഞു വെക്കുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളടക്കമാണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ഇവിടെ ഒന്നുകൂടി പറയുകയാണ്, ഇസ്ലാം തന്നെയാണോ ഒന്നാമത്തെ പ്രശ്നമെന്ന് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത വഴി എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ പിടിച്ചു കെട്ടാമെന്നുള്ളതാണ്. അതിൻ്റെ വഴി നിയമനിർമ്മാണങ്ങളാണ്, അതുവഴി ഇതിനെ പിടിച്ചു കെട്ടുക എന്നുള്ളതാണ്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ വലതുപക്ഷമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിൽക്കാതെ ആ പറയുന്ന കാര്യങ്ങൾ ഓരോ ആളുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് വലതുപക്ഷം മാത്രം പറയുന്ന അവസ്ഥ ഇവിടെ ഇല്ലാതെയാക്കിക്കൊണ്ട് നിങ്ങൾക്കും അത് ഏറ്റുപറയാൻ സാധിക്കുമെന്ന വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണത്തിൽ പങ്കാളികളാവുക. അതുവഴി ഈ ലോകത്തെ രക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക. ഇസ്ലാം എന്ന ഭീഷണിയിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയണം. അത് സാധിക്കും എന്ന ആ ശുഭാപ്തി വിശ്വാസം ഒന്ന് പങ്കുവെച്ചുകൊണ്ട് മാഷുടെ ഈ വീഡിയോ കാണാത്ത ആളുകൾ നിർബന്ധമായിട്ടും അത് കാണണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ കഴിയുമ്പോൾ ഇതിൻ്റെ കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെക്കാം. ആരെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത്, ഞാനും അല്ലെങ്കിൽ വെക്കാം എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വിടവാങ്ങുന്നു. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നാളെ നമുക്ക് പെരുന്നാൾ ദിനത്തിൽ നമുക്ക് പന്നിയിറച്ചി കൂട്ടി ബിരിയാണി കഴിക്കുന്നതുമായി ചേർത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം നാളെ ഉച്ചയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും പീസ് ഔട്ട്, ഈദ് മുബാറക്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.